ലോക്സഭയിൽ മാത്രമല്ല അതിന് പുറത്തും ധീരനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറുകയാണ് രാഹുൽ ഗാന്ധി. കരുത്തനായ പ്രതിപക്ഷ നേതാവ്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊരു ചർച്ച, അതിന് സർക്കാരിനെ നിർബന്ധിതമാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഈ രണ്ട് വിഷയങ്ങളെ ബന്ധിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ച വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, രാജ്നാഥ് സിംഗ് സംസാരിച്ചു, അതിന് അമിത്ഷാ മറുപടി നൽകി. ഇവർക്കാർക്കും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടികളോ വിശദീകരണങ്ങളോ നൽകാൻ സാധിച്ചില്ല. അവരെന്താ ചെയ്തത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എന്തൊക്കെയോ തെറ്റുപറ്റി. അതല്ലാതെ പ്രസന്റിനെ കുറിച്ച്, വർത്തമാനകാലത്തെ കുറിച്ച്, വർത്തമാനകാല സംഭവങ്ങളെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതിനുശേഷം ബീഹാറിൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. അവിടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ധാരാളം ആളുകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുക. അതിനെതിരെ ശക്തമായ പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇതിനകം മനസ്സിലാകുന്നത് 52 ലക്ഷം പേരെ, ആലോചിച്ച് നോക്കണം, 52 ലക്ഷം പേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന്? കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കപ്പെടുത്ത സ്ഥിതിയല്ല ഇന്ന് ഇന്ത്യയിലേത്. കോൺഗ്രസ് സർക്കാരിനും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഡെമോക്രസി അല്ല, ജനാധിപത്യമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസിയാണ്, ഏകാധിപത്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ തെരഞ്ഞെടുപ്പ് പോലും തെറ്റായ വഴികളിലൂടെ കൃത്രിമ രീതികൾ അവലംബിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് ആ വിജയങ്ങൾ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസി എന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? BJPയുടെ വക്താവായിരുന്ന ഒരു വക്കീലിനെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കുന്നതിന്, ഇത് മഹാരാഷ്ട്രയിലെ വക്താവാ, ബോംബെ ഹൈക്കോടതിയിൽ തന്നെ അവരെ അങ്ങനെ നിയമിക്കുന്നതിന് പേടിയോ മടിയോ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ചിന്തയോ ഇല്ലാത്തൊരു സർക്കാരാണ്. BJP യാതൊരു ലജ്ജയും ഇല്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കോൺഗ്രസിന്റെ കാലത്തും കോൺഗ്രസ്സുകാരെ തന്നെയാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ RSSും BJPക്കാരുമാണ് വരുന്നത്. വന്നോട്ടെ, അത് അവരുടെ അവകാശം. പക്ഷെ അവരൊക്കെ ഇവിടെ ഗവർണർമാരായിട്ട് പ്രവർത്തിക്കുന്നത് RSSന്റെയും BJPയുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാ. ഒരു BJPയുടെ ഒരു സബ് ഓഫീസ് പോലെ പല രാജ്ഭവനുകളും മാറുക, ധാരാളം പരാതികൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ED ഉപയോഗിക്കുന്നു, CBI ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്താൻ, അവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിന്. അവരെ ഉപയോഗിച്ച് വിരട്ടി വ്യവസായികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ സമാഹരിക്കുന്നു. ഇപ്പൊ ചില സംസ്ഥാനങ്ങൾ നോക്കുക, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഒന്നാം കക്ഷി അല്ലെങ്കിൽ പോലും പലയിടങ്ങളിലും BJP സർക്കാരുകൾ ഉണ്ടാക്കുകയാണ്. MLA മാരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. ഇന്ന് മണി പവറിന്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് എന്താണത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പരമാവധി അകറ്റുക, വെറുപ്പ് വിതയ്ക്കുക, അത് വളർത്തിയെടുക്കുക, അത് BJPക്ക് വളർന്ന് പന്തലിക്കാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റുക. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് വളരെ ശക്തമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ BJPയുടെ രാഷ്ട്രീയ ബേസ്, പൊളിറ്റിക്കൽ ബേസ് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് അഖിലേന്ത്യാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെതിരെയാണ് ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി, ചങ്കുറപ്പോടുകൂടി, ജീവഭയം പോലും ഇല്ലാതെ പോരാടുന്നത് എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ലോക്സഭയിൽ അദ്ദേഹം മോദിയോട് ചോദിച്ചു, ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് നടത്തിയ സൈനിക നടപടി പിൻവലിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ നിർത്തിവെച്ചതിനെ കുറിച്ച്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണെന്ന് അയാൾ ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ട്രംപ്. എന്നിട്ടും അതിനെതിരെ പരസ്യമായിട്ടൊരു വാക്ക് ഉച്ചരിക്കാൻ മോഡിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ ട്രംപ് ഒരു നുണയനാണെന്ന് പറയുമോ? അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല 56 ഇഞ്ചിൽ നിന്ന്. ആ രീതിയിലുള്ള ഒരു ഭരണപക്ഷത്തോടാണ്
പറഞ്ഞല്ലോ, വേണമെങ്കിൽ അദ്ദേഹത്തിന് ജീവന് പോലും അപായം സംഭവിക്കാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപന ദിനത്തിന് തലേന്ന് നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഒരു സേവ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കമാവുമോ എന്നുള്ളത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ശേഷം ഗാന്ധിജി പറഞ്ഞത് ഡു ഓർ ഡൈ എന്ന, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുക. അതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. വരും ദിവസങ്ങളില് BJP-യുടെ ഈ ഏകാധിപത്യ രീതികൾക്ക്, സമൂഹത്തെ, രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന ഏർപ്പാടുകൾക്ക് എതിരെ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഇപ്പോൾ രാഹുൽ ഗാന്ധി തെളിവുകൾ കൊണ്ടുവന്നതുപോലെ ജനാധിപത്യത്തിനെതിരായ അട്ടിമറികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുമോ? അതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രാഹുൽ ഗാന്ധി ഇന്ന് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ പോരാട്ടം, ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പോരാട്ടം തുടരും, എവിടെയെങ്കിലും ഞങ്ങൾ നിങ്ങളെ പിടിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ നിൽക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയുക ഉണ്ടായത്. അന്ന് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനെ പിന്താങ്ങുന്ന നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അതിന്റെ പേരിൽ വിമർശിക്കാനല്ലത് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പുതിയ സ്വാതന്ത്ര്യ സമരത്തിൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പുതിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ചു നിൽക്കുമോ? പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിനോടുള്ള ഇഷ്ടക്കുറവാ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അംഗീകരിക്കാനുള്ളൊരു മടിയാ. പിന്നെ ആരാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രതിപക്ഷത്തെ മുമ്പിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള മറ്റൊരു നേതാവ്? കോൺഗ്രസ് അല്ലാതെ ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റേതൊരു നേതാവാണ്? ആ മനുഷ്യന്റെ ആത്മാർത്ഥതയെയും ചങ്കുറപ്പിനെയും നിർഭയത്വത്തെയും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ, അദ്ദേഹത്തോട് സഹകരിക്കാൻ ഈ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുമോ? ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുമോ? അതിലാണ് ഇന്ത്യയുടെ ഭാവി നിലനിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് രാഹുൽ ഗാന്ധിയോടുള്ള എതിർപ്പ് ചില ലെഫ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട്. മോദിയോട് നേരിടാൻ രാഹുൽ ഗാന്ധി ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? മോദി അൺബീറ്റബിൾ ആണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു അഹംബോധം, ഉൾബോധം കിടക്കുന്നത് കൊണ്ടാണ്. അതുപോലെ അൺഇംപ്രസീവ് ആണ്. സായക്കളെ രാഹുൽ ഗാന്ധിയേക്കാൾ ഇംപ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സമഗ്രതയോടുകൂടി, മുനയോടുകൂടി ഒക്കെ ഇടപെടാൻ പറ്റുന്ന മറ്റേതൊരു നേതാവാണ് ഇന്ന് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ വെളിപ്പെടുത്തൽ വന്നോണ്ടേ തൃശ്ശൂരിൽ തോറ്റ CPI-യുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞു. BJP-ക്ക് ഒരിക്കലും ഒന്നാമതെത്താൻ പറ്റാത്ത നാട്ടിക, മണലൂർ, ഒല്ലൂർ, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളില് എങ്ങനെ BJP ഒന്നാമത് വന്നു? ഈ 4 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രം എടുത്ത് എന്തുകൊണ്ട് LDF-ന് രാഹുൽ ഗാന്ധിയുടെ ടീം ചെയ്തതുപോലെ ഒരു അന്വേഷണം നടത്തിക്കൂടാ? അപ്പൊ പല കാര്യങ്ങളും പുറത്തു വരും. അത് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? തെരഞ്ഞെടുപ്പിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ AK സെന്ററിലോ MN സ്മാരകത്തിലോ ഇരുന്നിട്ട് അവലോകനം നടത്തി ചില കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ അതിന് പറ്റിയൊരു അവസരമാണ് ഈ സുനിൽകുമാർ പറഞ്ഞ ഈ 4 അസംബ്ലി മണ്ഡലങ്ങളിലെ കാര്യം. അവിടെ ഒരിക്കലും BJP ഒന്നാമത് വരുന്നതല്ല. അവിടെ വന്നു, അവിടെ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതല്ലേ? ഒരു വലിയ അട്ടിമറിയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമ്മൾ കണ്ടത്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയും. ഇത് തുടരുകയാണെങ്കിൽ അതിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ജനാധിപത്യം, യഥാർത്ഥ ജനഹിതം ഇവിടെ ഒരിക്കലും പുലരുകയില്ല എന്നുള്ളത് തന്നെയാണ്. കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് നമ്മുടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. എത്രയോ കാലത്തിന് ശേഷം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ്. പക്ഷെ അന്നേരവും ഇത് സംഭവിച്ചത്, ഈ വീഴ്ചകൾ സംഭവിച്ചത് അലംഭാവം മൂലമാണോ, അതോ കഴിവുകേട് കൊണ്ടാണോ, അതോ മനഃപൂർവ്വമാണോ? ഈ കാര്യത്തിൽ ബിഷപ്പ് അവരിന് ഇപ്പോഴും ഒരു ഉറപ്പുണ്ടായിട്ടില്ല.